രാഹുലിനെതിരെ പടയൊരുക്കം നടത്തുന്നതും പ്രതിഷേധിക്കുന്നതും ഇടതുപക്ഷത്തുള്ളവരാണ്. ഇങ്ങനെ ഗൌരവമുള്ള ഒരു പ്രശ്നം വരുമ്പോൾ വാട്ടബൌട്ടറി നടത്തുന്നത് ശരിയല്ല. എങ്കിലും എങ്ങനെ പറയാതിരിക്കും? ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യ പദവിയിലിരിക്കുന്നത് പി ശശിയാണ്. പി കെ ശശി എന്ന നേതാവിനെ എങ്ങനെയാണ് തീവ്രതയളർന്ന് അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനമാനങ്ങൾ CPM കൊടുത്തത് എന്ന് നമുക്കറിയാം. ഒരു യുവ നേതാവിനെതിരെ മാത്രമാണ് ഇക്കാലയളവിൽ നടപടി ഉണ്ടായത്. മന്ത്രി AK ശശീന്ദ്രന്റേതായി വന്ന ഫോൺ സംഭാഷണങ്ങൾ നാം കേട്ടതാണ്. മറ്റു ചില CPM MLA-മാരുടെ ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ, സ്ത്രീകളുടെ പ്രശ്നം വരുമ്പോൾ CPM-ന് എപ്പോഴും ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് M മുകേഷ് MLA സ്ഥാനം രാജിവെക്കാതെ നിയമസഭയിൽ ഇരുന്നോട്ടെ എന്ന് അവിടുത്തെ വനിതാ നേതാക്കളടക്കം തീരുമാനിച്ചത്. സ്ത്രീ പ്രശ്നം വരുമ്പോൾ ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ പറയണം. ഹേമ കമ്മിറ്റിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്ന് ആരും അറിയാതിരിക്കാൻ, അതിൽ കുറ്റക്കാരായവർ സംരക്ഷിക്കപ്പെടട്ടെ, അവരുടെ പ്രതിച്ഛായ പോലും തകരരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ സർക്കാരാണ് എന്നുകൂടി നാം ഓർമ്മിക്കണം.